നന്ദ്യാട്ടുകുന്നം മഹാത്മാ റീഡിംഗ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ എം.കെ. സാനു മാസ്റ്റർ അനുസ്മരണം നടത്തി. ടി.കെ. സജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം എം.എം. സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കെ.വി. ഷീല ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒന്നാം ചരമ ദിനമാണെന്ന് വിവിധങ്ങളായ പരിപാടികളാണ് കേരളത്തിലെമ്പാടും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികൾ ബന്ധപ്പെട്ട് നിരവധിയായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മഹാത്മാ ലൈബ്രറിയുടെ പരിപാടിയാണ് നമ്മളിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രൊഫസർ സാനു മാഷിന്റെ അനുസ്മരണമായി ഏകദേശം അദ്ദേഹം നമ്മളെ പിരിഞ്ഞിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയാണ്. ആ ഒരു വർഷത്തിനുള്ള കാലയളവിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളൊരു ഒരു വർഷമായി എന്ന് തോന്നുന്നത് തന്നെ നമുക്ക് വളരെ അപൂർവം. എനിക്കിന്ന് ഒരു വർഷമായി എന്ന് പറയുമ്പോൾ ഞാനും അത് ചെയ്യിക്കണം, അത്രയും എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു തോന്നൽ നമുക്കില്ലാത്ത വരുന്ന, അതായത് നമ്മൾ സ്ഥിരമായി സാധാരണയായി കേൾക്കാനും വായിക്കാനും കഴിയുന്ന തരത്തിലുള്ള പല ഗ്രന്ഥങ്ങളും നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എവിടെ ചെന്നാലും, ഏതെങ്കിലും സാഹിത്യവേദിയിൽ, സാഹിത്യ സദസ്സിൽ ചെന്നാലും ഏതെങ്കിലും ഒരു സാഹിത്യകാരന്റെ വായിൽ നിന്ന് സാനു മാഷെ കുറിച്ച് കേൾക്കാത്ത വാക്കുകൾ ഉണ്ടാവില്ല. കാരണം അത്രയ്ക്കും ഒരു കഴിവുള്ള വാഗ്മിയും നിരൂപകനും സാഹിത്യ സൃഷ്ടികൾ രചിക്കുന്നവരും സാഹിത്യങ്ങൾ എഴുതുന്ന, നോവലുകൾ എഴുതുന്ന, അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ബുക്കുകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനും കഴിയാനും കേൾക്കാത്തതായി യാതൊന്നുമില്ല. ആ പുസ്തകങ്ങൾ എടുത്ത് തുറന്നു നോക്കിയാൽ അതിൽ കാണാത്ത വാക്കുകൾ തന്നെ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ നിഘണ്ടുവിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എപ്പോഴും കാണാൻ കഴിയുന്നത്. ഒരു മണൽത്തരി പോലെ ചെറുതാണ് ഞാൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും പറയപ്പെടാറുള്ളത്. ആ മണൽത്തരികൾക്ക് എത്രയോ ചെറുതാണ്, അതിനേക്കാൾ താഴ്ന്ന് എത്രയോ പോകാമോ അത്രയും താഴത്തേക്ക് ഒതുങ്ങി ജീവിക്കുന്ന, സമൂഹത്തിനിണങ്ങി ജീവിക്കുന്ന, സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെയായിരുന്നു. നമ്മുടെ പുരോഗമന കലാസാഹിത്യത്തിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടും ഈ സാനു മാഷ് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്തൊക്കെയാണ് ഇത് കൂടുതൽ സജീവമായിട്ട് ഉക്കാസാക്ക് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു കണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി, ഇപ്പോഴത്തെ കോളേജ് അധ്യാപകനായിരുന്നു, പ്രൊഫസറായിരുന്നു, അതുകൂടാതെ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു, ഇടതുപക്ഷത്തിന്റെ ഒരു MLA ആയിട്ട് 5 വർഷം MLA ആയ സ്ഥാനം വഹിച്ചിരുന്നു. പിൽക്കാലത്തും നമ്മുടെ രാഷ്ട്രീയ നിരയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങൾ നടത്തിയപ്പോഴും അദ്ദേഹം അതിന് ഒരുങ്ങാതെ മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും SFI കോളേജ് ജീവിതത്തിൽ തന്നെ സംഘടനാ രംഗത്ത് വളരെയധികം പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. പരിചയം സാഹിത്യത്തിലൂടെയും ഒക്കെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് നമ്മളോട് സഹകരിച്ചിരുന്നതാണ് അദ്ദേഹം. എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരിക്കുന്ന സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് MLA സ്ഥാനത്തേക്ക് മത്സരിച്ച് MLA ആയത് കേരളത്തിന്റെ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു മറവി എന്നാണെന്നറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഏതായാലും MLA ആയിട്ട് 5 വർഷം അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ഭരണസാരഥ്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് തീരാനഷ്ടം തന്നെയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ, 90 വയസ്സ് ആവുന്ന 90 വർഷക്കാലം തന്നെ സാഹിത്യവുമായി ഇണങ്ങിച്ചേർന്ന് പ്രവർത്തിച്ച ഒരാൾക്കോ എന്ന് ചോദിച്ചാൽ അത് സാനു മാഷല്ലാതെ മറ്റാരും തന്നെയില്ല. നീക്കിവെക്കാനോ നിരവധി സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, ഏറ്റവും കേരളത്തില് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളെല്ലാം, ഗ്രന്ഥകാരന്മാർക്ക് കിട്ടാനുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ നേടിയിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ ഒരു വലിയ തീരാനഷ്ടം തന്നെയാണ്. ഇപ്പോൾ സാനു മാഷിന്റെ പേരിലുള്ള ഒരു സാഹിത്യ പുരസ്കാരം തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം സാഹിത്യ പുരസ്കാരത്തിൽ സാനു മാഷിന്റെ പുരസ്കാരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നിറഞ്ഞ നമ്മുടെ നല്ല മനസ്സോടുകൂടി തന്നെ സമൂഹത്തിന് ഇണങ്ങിച്ചേർന്നുകൊണ്ട്, കോളേജ് അധ്യാപന രംഗത്ത് കുട്ടികളെ നല്ലോണം ചേർത്ത് പിടിച്ചുകൊണ്ട്, കോളേജിന്റെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് കൊണ്ട് ഒക്കെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ചെങ്ങാരൻ മാഷിന്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എൻ്റെ കുട്ടി വിദ്യാർത്ഥിയാണ്, എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഈ ഗംഗാധരൻ മാഷ്. ആ ഗംഗാധരൻ മാഷ് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പോലും പങ്കെടുക്കേണ്ടി വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഒന്ന് ആലോചിച്ചിരിക്കെ, എത്രയോ കാലത്തിന് മുന്നുള്ള ആ ഒരു സംവാദം അദ്ദേഹത്തിന്റെ മനസ്സിലാക്കി, ആ ഒരു സംഘടനാ പ്രവർത്തന സാഹിത്യ രംഗത്തുള്ള ഉൾക്കാഴ്ചകൾ, ഇതൊക്കെ തന്നെ നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ സമീപത്തേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന തരത്തിൽ, പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന തരത്തിൽ, പുതിയ തലമുറക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ, സാഹിത്യ സൃഷ്ടികൾ സൃഷ്ടിക്കുന്നതിനുള്ള രീതിയിൽ ഏതൊരു പുസ്തകത്തിനും മുഖവര എഴുതാൻ
എപ്പോൾ ചെന്നാലും ഏത് സമയത്തും തയ്യാറായി മുന്നോട്ട് വരുന്നത്. ഈ മരിക്കുന്നതിന് മുമ്പ് അല്പ ദിവസം മുമ്പാണ് നമ്മുടെ പറവൂര് TV വെച്ച് നമ്മുടെ കുയ്യപ്പള്ളി തങ്കപ്പൻ മാസ്റ്ററുടെ 101 കവിതകളുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. ആ പുസ്തക പ്രകാശനത്തിന് അദ്ദേഹം വന്ന് അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരെണ്ണം കൂടി വന്നിരുന്നു. മരിക്കുന്നതിന് ഏകദേശം 1-2 മാസത്തിന് മുമ്പ് ഒരെണ്ണം കൂടി ഒരു പുസ്തക പ്രകാശനം കൂടിയിട്ട് അന്ന് ആ സമയത്ത് പോലും നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ശക്തമായ വാക്കുകളാണ്. നമ്മൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത് ചെയ്യുന്നത് ഇത്രയും ഓർമ്മകൾ, എത്രയോ കാലത്തെ മുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവരിക്കാനും വിശദീകരിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ രാമായണത്തിലെ ഇപ്പൊ ഞാൻ ഈ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടൊരു വാക്കാണ്. അതിനകത്ത് രാമായണത്തിൽ ആദ്യം പറയുന്നുണ്ട് ഓരോ വാക്കുകൾ എഴുതുമ്പോൾ അതിൽ വരുത്താവുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലൂ മടിയാതെ എന്നുള്ള ആ വാക്കിൽ ആ പൈങ്കിളിപ്പെണ്ണെ എന്നുള്ളൊരു വാക്കിന് പോലും അദ്ദേഹത്തിന്റെ വിവർത്തനത്തിൽ പല പദത്തിലൂടെ അല്ലെങ്കിൽ പല ആശയങ്ങളിലൂടെ അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. സാധാരണക്കാരന് വായിക്കുന്ന രീതിയിലും സാധാരണക്കാർക്ക് ഊർജം നൽകുന്ന ഈ പ്രചോദനം നൽകുന്ന രീതിയിലൊക്കെ തന്നെയുള്ള വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പല വാക്കുകൾ ഉപയോഗിക്കാനുള്ള സങ്കീർണത അദ്ദേഹത്തിന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് ചിന്താവിഷ്ടയായ സീതയുടെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതാണ് ഞാൻ അവസാനം കേട്ട പ്രസംഗത്തിൽ ചിന്താവിഷ്ടയായ സീതയെ കുറിച്ച് പറയുമ്പോൾ ആ കുമാരനാശാന്റെ ആ കവിത കുമാരനാശാൻ തന്നെയല്ലേ, അപ്പോൾ അതിൽ പറയുന്ന ആ കവിതകളുടെ ആ ഒരു ഭാഗം അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ കൃതികളെ കുറിച്ചുള്ള അറിവുകൾ അതിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്നു പോയിക്കൊണ്ട് നമുക്ക് കൂടുതൽ അറിവും ആനന്ദവും തരുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളിലൂടെ ഒരു കേട്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ വാഗ്മി നമുക്ക് നമ്മുടെ വാചകത്തിന് കഴിവുള്ള വാക്സാമർത്ഥ്യമുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നെന്നും മലയാളിയുടെ മനസ്സിൽ മലയാളക്കരയിൽ എന്നെന്നും നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇതായി മാറട്ടെ എന്ന് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് നെല്ലൂരി പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് MS രാജേഷ്, TK ഉണ്ണികൃഷ്ണൻ, EB രാജൻ തുടങ്ങിയവർ സംസാരിച്ചു.